മകേര്യത്തിൽ അരഭാഗമാണ് നമുക്ക് ഇടവത്തിലും, മിഥുനത്തിൽ ബാക്കി അരയുമാണ് നിൽക്കുന്നത്. ആദ്യത്തെ പകുതി ഭാഗം നിൽക്കുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, മകേര്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. എന്നുവെച്ചാൽ ശനി 11ാം ഭാവത്തിൽ ശനീശ്വരൻ വരികയും മിഥുനത്തിൽ തന്നെ, അതായത് 2ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ വ്യാഴം നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാം. പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളായാലും മുന്നോട്ട് പോകാം. വീട്ടിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു നല്ലത് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖല ഇത്തിരി കൂടി ഉഷാറാക്കാം. നമുക്ക് കർമ്മത്തിൽ ഒരു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകണം. രാഹു കർമ്മത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലസത മൂലം നമുക്ക് എന്തെങ്കിലും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതില്ലാതെ പോവുക, രോഗങ്ങളില്ലാതെ വരുത്തുക, രോഗങ്ങൾ ഇല്ലാതെ നന്നായിട്ട് നോക്കുക. നമ്മുടെ അലസതയും മറ്റുള്ള ഭാവങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ട് മുന്നിലേക്ക് പോവുക. അവർക്ക് 4ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും നന്നായിട്ട് കെയർ ചെയ്യുക. എന്നുവെച്ചാൽ കേതു അല്ലേ, ഗണ്ഡകാരകനാണ്. ഒന്നും കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ വരുത്താനായിട്ട് ഈ കേതു വരുത്തും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ മതി. കേതുവിന് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് പട്ട് പൂജ അങ്ങനത്തേക്ക് കൊടുക്കുക. അത് ഇടവക്കൂറിലുള്ളവർ. ഇനി മകേര്യത്തിലെ മറ്റേ ഭാഗം, പകുതി ഭാഗം വരുന്നത് മിഥുനക്കൂറിലാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനീശ്വരൻ നിൽക്കുന്ന ഭാവം തന്നെ 10ാം ഭാവമാണ്. ആ 10ാം ഭാവത്തിൽ ശനി നിൽക്കുകയും ലഗ്നത്തിൽ തന്നെ വ്യാഴം വരികയും ചെയ്യും. വ്യാഴം മെയിലാണ് വരിക എങ്കിലും ആ ലഗ്നത്തിൽ തന്നെ വ്യാഴമുണ്ട്. അപ്പോൾ കർമ്മത്തിൽ ശനി നിൽക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ കണ്ടകശനി എന്ന് പറയും. 10ാം ഭാവത്തിൽ ശനി വന്ന കണ്ടകനായി മാറും. അപ്പോൾ ആ കണ്ടകശനിയുടെ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ജോലിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പെരുമാറുക. എന്ത് കാര്യം ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് അന്ന് തന്നെ ചെയ്ത് തീർക്കണം. ശിവന്റെ അമ്പലത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ മിഥുനൻ രാശി ആയതുകൊണ്ട് നമുക്ക് ഗണപതിയെ നന്നായിട്ട് ആരാധിക്കുക. പിന്നെ ഹനുമാനെ നമുക്ക് വെറ്റിലമാല സമർപ്പിക്കുക. ഇതൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ചെയ്താൽ മതി. ഒരു മാസത്തിൽ നിങ്ങളുടെ പക്കപ്പിറന്നാളിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങളിത് ചെയ്യുക. ഒരു 6 മാസം നമ്മൾ കൃത്യമായിട്ട് ക്ഷേത്രത്തിലൊക്കെ പോവുക, കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്യുക. 6 മാസം കഴിഞ്ഞാൽ ചെയ്യണം. പക്ഷെ അത് ആ കൃത്യനിഷ്ഠത വരുത്തുന്നത് ആ ശനീശ്വരൻ എന്നുള്ള ഭാവത്തിന് ഏറ്റവും നല്ലതും കൂടിയാണ്. അപ്പം അത് ചെയ്യുക. കുട്ടികളാണെങ്കിലും ഇവർക്ക് പുറത്തേക്ക് പോകേണ്ടതായാലും പിന്നെ പഠിക്കാൻ അലസതയ്ക്ക് ഉണ്ടാവും. അതൊന്നും അവരുടെ ഒരു കുറ്റങ്ങളൊന്നല്ല. ഈ ശനി ഒക്കെ 10ലൊക്കെ വരുമ്പോൾ പഠിച്ചതും മതി, ഇന്നതും മതി എന്നൊക്കെ തോന്നും. നമ്മളവരെ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി ക്ഷേത്ര ദർശനമൊക്കെ കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മൾ അച്ഛനമ്മമാരും ചെയ്യാം. ഇതാണ് നമുക്ക് ഇതിൽ മകേര്യത്തിൻ്റെ പകുതി ഭാഗത്തിലുള്ള മിഥുനക്കൂറിലുള്ളവർ ചെയ്യേണ്ടത്. ഇടവത്തിലുള്ള മകേര്യവും മിഥുനത്തിലുള്ള മകേര്യ നക്ഷത്രക്കാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവർക്കുള്ള പൂജാവിധാനങ്ങളും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്.